തേങ്ങാപ്പാൽ കൊണ്ട് തൈര്, അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വേൾഡ് വൈഡ് പ്രൊമോട്ട് ചെയ്യുന്നൊരു കമ്പനിയുടെ പേര് കോക്കനട്ട് കൾട്ടാണ്. അതുകൊണ്ട് നമുക്കും കോക്കനട്ട് കൾട്ട് എന്ന് വിളിക്കാം. മലയാളികളായ നമുക്ക് കോക്കനട്ട് കൾട്ട് മെമ്പറാകാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ തെങ്ങിൻ്റെ നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ ഈ കോക്കനട്ട് കൾട്ടിന് വേണ്ടി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് എടുത്തിട്ട് ഇത് പുളിപ്പിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതുക്കും മേലെയുള്ള ഒരു സാധനമാണ്. അതായത് കമ്പൂച്ചയ്ക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്, കമ്പൂച്ച പുളിപ്പിച്ചെടുക്കാനായിട്ട് സ്കോബി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പ്രോബയോട്ടിക്കും ബാക്ടീരിയയും ഒക്കെ വളരെ റിച്ചായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കമ്പൂച്ച സ്കോബിയുടെ ഒരു ചെറിയ പീസും അതിൻ്റെ കുറച്ച് ലൈനിയും ഈ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് അത് മുറിച്ചിട്ടിട്ട് തേങ്ങാപ്പാലിൽ പിന്നെ നമ്മളൊന്ന് ഇളക്കണം. അത് ഇളക്കുന്നത് വുഡൻ സ്പൂൺ കൊണ്ട് ഇളക്കണം. കാരണം മെറ്റാലിക് സ്പൂൺ ഈ ബാക്ടീരിയ ലൈവ് കൾച്ചറൊക്കെ ഉള്ളിടത്ത് മെറ്റാലിക് സ്പൂൺ കൊള്ളുകയില്ല. വുഡൻ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചീസ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 2 ദിവസം വെക്കണം. അപ്പം ഇത് തൈരായിട്ട് മാറും. ഇത് വളരെ ഗുണമുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ പ്രോബയോട്ടിക് ഫുള്ളായിട്ട് റിച്ചാണ്. നല്ല വയറിന് വളരെ നല്ലതാണ്. ഇത് 2 ദിവസം വെച്ചിട്ട് അത് ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് അപ്പോഴേക്ക് കട്ടയായിട്ട് നല്ല ടേസ്റ്റുള്ളതായിരിക്കും. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കാം. അതിനായിട്ട് 2-3 സ്പൂൺ ഒരു കപ്പിലെടുത്തിട്ട് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് പാലിന് അലർജി ഉള്ളവരും പാല് ആരോഗ്യത്തിന് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നവർക്കൊക്കെ, തൈര് വേണമെന്നുള്ളവർക്ക് ഇത് ഒരു പകരമായിട്ട് ഉപയോഗിക്കാം. ഞാനൊരു 2-3 സ്പൂൺ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം ഇവിടെ. അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യും, നല്ല മണം കിട്ടുന്നുണ്ട്. ഒരു സ്പൂൺ എടുത്തു, പക്ഷേ നിർത്താൻ തോന്നുന്നില്ല. ഒന്നുകൂടെ എടുക്കാം, എന്നിട്ട് നിർത്താൻ തോന്നുന്നില്ല, ഒന്നുകൂടെ എടുക്കാം, വേണ്ട. അത് കഴിഞ്ഞിട്ട് എനിക്കിത് വെക്കണമല്ലോ. കാരണം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് നല്ല ഫാറ്റ്, ഗുഡ് ഫാറ്റ് കൊണ്ട് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു 15 മിനിറ്റ് മുമ്പ് കഴിച്ചാൽ ഉത്തമമാണ്. അതിന് ഇത് വളരെ നല്ലതാണ്. ഒരു 15 മിനിറ്റ് മുമ്പ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചാൽ വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്.